Good evening, welcome back to Learnino. So, Learnino's GK series, previous year questions GK series, എട്ടാമത്തെ സെറ്റാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. Again, ഒരു 10 അല്ലെങ്കിൽ 9 questions ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Okay, 9 questions will be discussed. ഈ 9 questions-ന്റെ കൂടെ ഏകദേശം ഒരു 5 to 6 അഡീഷണൽ ഫാക്ട്സ് കൂടെ നിങ്ങൾക്ക് കിട്ടും. Okay, so നിങ്ങൾക്ക് ഏകദേശം ഒരു 15 to 18 ഫാക്ട്സ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. വൈ? ബിക്കോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കമ്പിറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. ഓക്കെ, സോ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. വി വിൽ മൂവ് ടു അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: which of the following chief ministers unveiled the US Sri Arpan scheme in 2019? Okay, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ GK കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു ബി റിയലി ഗുഡ് വിത്ത് ദി സ്കീംസ്. ഓക്കെ, നമ്മുടെ 2014 നരേന്ദ്രമോദി PM നരേന്ദ്രമോദി ആയതിനു ശേഷം ഒരുപാട് സ്കീംസ് യോജനാസ് വന്നിട്ടുണ്ട്. സോ യു ഹാവ് ടു ബി റിയലി അപ് ടു ഡേറ്റ് വിത്ത് ദി സ്കീംസ്. ഓക്കെ, ഈ സ്കീംസ് വളരെ വൃത്തിക്ക് നിങ്ങൾ പഠിക്കണം. സോ ഇവിടെ ചോദിക്കുന്നത് ഏതാ? US Sri Arpan സ്കീം. ഓക്കെ, US Sri Arpan സ്കീം ആരുമായിട്ട് റിലേറ്റഡ് ഇതാണ്? ദി ആൻസർ ഈസ് ഡി, മമത ബാനർജി. ഓക്കെ, ദി ആൻസർ ഈസ് ഡി, മമത ബാനർജി. വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ ആയ മമത ബാനർജിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സ്കീമാണ് US Sri Arpan scheme. Okay, which is very important to study. Obviously, Arvind Kejriwal, Delhi, okay, NCR, National Capital Territory എന്താ ചീഫ് മിനിസ്റ്റർ ആണ്. യോഗി ആദിത്യനാഥ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഉത്തർപ്രദേശ്. ഓക്കെ, ശ്രദ്ധിക്കുക, NCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ. ഓക്കെ, ഡൽഹിയെ പറയുന്നത് ആണ് NCR. നമ്മുടെ ന്യൂഡൽഹിയെ പറയുന്നതാണ് NCR. ഓക്കെ, സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി. സോ ഒന്നും കൂടെ പറയുന്നു, US Sri Arpan scheme related to West Bengal's chief minister, or rather she unveiled the US Sri Arpan scheme. Okay, Mamata Banerjee unveiled the US Sri Arpan scheme. Okay, moving on to our second question of the day, and that is EKS Cosmos 2510 is the first satellite having early warning system launched by. Okay, so ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ക്വസ്റ്റ്യനുകൾ കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: EKS Cosmos 2510 ഏത് ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഏർലി വാർണിംഗ് സിസ്റ്റം. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഏർലി വാർണിംഗ് system and that is launched by none other than Russia. Okay, Russia. Okay, റഷ്യയുടെ ക്യാപിറ്റൽ ഏതാ? മോസ്കോ ആണ് റഷ്യയുടെ ക്യാപിറ്റൽ. മോസ്കോ. ഓക്കെ, so this is very important to study. So Cosmos 2510 is the first satellite which is giving the early warning system, and it is launched by none other than Putin's Russia. Okay, Russia. Now moving on to our third question: which of the following is a desert tree? Okay, see, നമ്മുടെ ടോപ്പോഗ്രഫിക്ക് നിങ്ങൾ ജോഗ്രഫി പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും, കുറെ ടോപ്പോഗ്രഫിക്കൽ റീജിയൻ ഉണ്ട് ഇന്ത്യയിൽ, അല്ലേ? റൈറ്റ്, ഇവിടെയൊക്കെ സിയാ വരിക, ഓഷ്യൻ. ഓക്കെ, നമ്മുടെ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് ടു നോർത്ത് ഈസ്റ്റ് ഹിമാലയാസ് ഉണ്ട്. സോ ഇവിടെ ഒരു രാജസ്ഥാൻ, നമ്മുടെ ഈ റീജിയൻ, ഓക്കെ, അതായത് നോർത്ത് വെസ്റ്റ് റീജിയനിൽ ഇവിടെ ഒരു മരുഭൂമി ഉണ്ട്. ഓക്കെ, ഡെസേർട്ട് ഏരിയ ഉണ്ട്. ഓക്കെ, സോ ഡെസേർട്ട് ഏരിയയിൽ വളരുന്ന ഏത് ടൈപ്പ് ഓഫ് ട്രീ ആണെന്ന് ചോദിച്ചിരിക്കുന്നത് പാം ട്രീ ആണ്. ഓക്കെ, പാം ട്രീ. ഓക്കെ, കോക്കനട്ട് അല്ല, ബാനിയൻ അല്ല, ആലല്ല, അതേപോലെ തന്നെ ബീറ്റിൽ നട്ടും അല്ല. ഓക്കെ, ഇറ്റ് ഈസ് പാം ട്രീ.
ഓക്കെ, ഇവിടെയാണ് നമ്മുടെ താർ ഡെസേർട്ട് വരുന്നത്. താർ ഡെസേർട്ട്, രാജസ്ഥാനിലെ താർ ഡെസേർട്ട്. നോർത്ത് വെസ്റ്റ് റീജിയനിൽ വരുന്ന ഒരു ടോപ്പോഗ്രഫിക്കൽ ഒരു എന്താ പറയുക റീജിയൻ ആണ് നമ്മുടെ ഡെസേർട്ട് റീജിയൻ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ താർ ഡെസേർട്ട്സ് ഒക്കെ രാജസ്ഥാനിൽ. ചെറുപ്പം ക്ലാസ് തൊട്ടേ നിങ്ങൾ കേട്ട ഒരു പേരാണ് താർ ഡെസേർട്ട്സ് അല്ലേ. Now moving on. ഓക്കെ, സോ ഒരു ചെറിയൊരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്നാണ്. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ആഫ്റ്റർ വിച്ച് പ്രൈം മിനിസ്റ്റർ വാസ് ദി സ്പോർട്സ് അവാർഡ് നെയിംഡ് എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, സോ മേജർ ധ്യാൻചന്ദ് എന്നുള്ള ആളുടെ പേരിലേക്ക്, അതായത് നേരത്തെ പ്രൈം മിനിസ്റ്റർ, നേരത്തെ നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്ററായ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ് ഹാസ് ആക്ച്വലി ബീൻ ചേഞ്ച്ഡ് ടു മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായ സ്പോർട്സ് അവാർഡാണ് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്. ഓക്കെ, അത് ആരുടെ പേരിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിയുടെ പേരിലായിരുന്നു. ഓക്കെ, now moving on to our next question. Which of the following folk dance of Rajasthan? Which of the following is a folk dance of Rajasthan? Okay, രാജസ്ഥാന്റെ ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ ഒരു PYQ സീരീസിൽ തന്നെ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ഗുമാർ. ഓക്കെ, ഗുമാർ അല്ലെങ്കിൽ ഗുമാർ എന്ന് എഴുതും മലയാളത്തില്. ഓക്കെ, ഗുമാർ എന്ന് പറയുന്നത് രാജസ്ഥാനുമായിട്ട് റിലേറ്റ് ചെയ്ത ഫോക്ക് ഡാൻസ് ആണ് ഗുമാർ. ഓക്കെ, ബാഗ്ര ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? പഞ്ചാബ് ആണ് ബാഗ്ര. ഗർബ, ഗർബ ഗർബ ഏതുമായിട്ടാണ്? കഴിഞ്ഞ സീരീസിൽ ഡിസ്കസ് ചെയ്താണ്. ഗർബ റിലേറ്റഡ് ടു ഗുജറാത്ത്. നാട്ടി, നാട്ടി റിലേറ്റഡ് ടു ഹിമാചൽ പ്രദേശ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. സോ രാജസ്ഥാന്റെ ഫോക്ക് ഡാൻസ് ഗുമാർ, ബാഗ്ര എന്ന് പറയുന്നത് പഞ്ചാബിലെ, ഗർബ എന്ന് പറയുന്നത് ഗുജറാത്തിലെ, നാട്ടി എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ. ഓക്കെ, now moving on to our 6th question. On which day is International Day of Biodiversity observed? International Day of Biodiversity 22 മെയ്യിലാണ്. ഓക്കെ, 22nd മെയ് ആണ് ഇന്റർനാഷണൽ ബയോഡൈവേഴ്സിറ്റി ഡേ. ഓക്കെ, നേരെ മറിച്ചിട്ട് ജൂൺ 5th നമ്മൾ വേൾഡ് എൻവറോൺമെന്റ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഏതാണ്? ജൂൺ 5th എന്ന് പറയുന്നത് വേൾഡ് എൻവറോൺമെന്റ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു 2 ഡേയ്സും നിർബന്ധമായി പഠിച്ചിരിക്കണം. ഓക്കെ, സോ 22 മെയ് ഇന്റർനാഷണൽ ഡേ ഓഫ് ബയോഡൈവേഴ്സിറ്റി, 5 ജൂൺ വേൾഡ് എൻവറോൺമെന്റ് ഡേ. ഓക്കെ, ലോക പരിസ്ഥിതി ദിനം. Now, who among the following has scored the most runs in Ranji Trophy cricket? Ranji Trophy related to cricket ആണ്. സോ രഞ്ജി ട്രോഫി ക്രിക്കറ്റില് ഏറ്റവും, അല്ലെങ്കിൽ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഓക്കെ, സോ ഈ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് മുംബൈക്ക് വേണ്ടി കളിക്കുന്ന വസീം ജാഫർ ആണ്. ഓക്കെ, ആരാണ്? വസീം ജാഫർ ആണ് ഏറ്റവും കൂടുതൽ റൺസ് രഞ്ജി ട്രോഫിയിൽ ഇതുവരെ നേടിയിട്ടുള്ളത്. ഒരു ഇന്നിങ്സിലല്ല, മൊത്തം കരിയറിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിട്ടുള്ളത് വസീം ജാഫർ ആണ്. ഓക്കെ, now where is Kebul Lachamo the only floating national park? അതായത് ബ്രഹ്മപുത്ര നദിയുടെ കുറുകെ മണിപ്പൂരില് ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഉണ്ട്. ഒഴുകുന്ന ദേശീയ ഉദ്യാനം. ഓക്കെ, ആ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് മണിപ്പൂരിലാണ്. എവിടെയാണ്? മണിപ്പൂരില് ബ്രഹ്മപുത്ര നദിയുടെ കീഴിൽ, അല്ലെങ്കിൽ ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന കേബുൾ ലചാമോ. ഓക്കെ, കേബുൾ ലെംജോ എന്ന് വായിച്ചാൽ മതി. ഓക്കെ, പ്രൊനൗൺസിയേഷനിലൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ എന്നാലും നിങ്ങൾ വായിച്ചാൽ മതി. കേബുൾ ലംജോ, മണിപ്പൂർ ഇമ്പോർട്ടന്റ് ആണ്, വരും, നിർബന്ധമായി പഠിച്ചിരിക്കണം. ഇറ്റ് ഈസ്
an important question. You cannot miss it. Okay, now moving on to our last question. When the Devanagari script is adopted as one of the official languages in India. ഇന്ത്യയില് 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഉള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അക്സെപ്റ്റ് ചെയ്ത 22 എന്താ പറയുക ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഉള്ളത്. അതിൽ ഏക വിദേശി ഭാഷ നേപ്പാളിയാണ്. നേപ്പാളി ഭാഷയും അക്സെപ്റ്റഡ് ആണ്. ഏക വിദേശി ഭാഷ നേപ്പാളിയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദേവനാഗരി സ്ക്രിപ്റ്റ് എന്നാണ് 22 അക്സെപ്റ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയണം 14th September 1949. ഭരണഘടന അഡോപ്റ്റ് ചെയ്തത് 26 November 1949 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. 26 November 1949 ഭരണഘടന. നേരെ മറിച്ച് ദേവനാഗരി സ്ക്രിപ്റ്റ് ഒഫീഷ്യൽ ലാംഗ്വേജിൽ ആഡ് ചെയ്തത് 14 September 1949. മറക്കരുത്. ഓക്കെ, 14 September 1949. ഓക്കെ, സോ നമ്മളിവിടെ ഏകദേശം 9 PYQ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ആയിട്ട് ഏകദേശം 6 to 7 അല്ല, ഒരു 10 റിലേറ്റഡ് ഫാക്ട്സ് നമ്മളിവിടെ കവർ ചെയ്തു. സോ മൊത്തം ഏകദേശം ഒരു 20 ഫാക്ട്സോളം നിങ്ങൾക്ക് ഇവിടെ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് ദിസ് ലെക്ചർ brings you some knowledge. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും നോളജും ഈ ലെക്ചർ കൊണ്ട് ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഐ ഹാവ് യൂട്ടിലൈസ്ഡ് ഓൺലി 12 minutes of your time, but I have given some 20 points to ponder. Okay, so 20 questions, 20 facts നന്നായി പഠിക്കാം. We will see very soon. Thank you.